ഒരു സീറ്റ് മാത്രം കിട്ടിയ കേരള കോൺഗ്രസ് സ്കറിയ തോമസ് വിഭാഗത്തിൽ തർക്കം. കടുത്തുരുത്തി മണ്ഡലത്തിന്റെ വിജയസാധ്യതയിൽ സംശയം രേഖപ്പെടുത്തി വി സുരേന്ദ്രൻപിള്ള രംഗത്തെത്തി. അതേസമയം കടുത്തുരുത്തിയിൽ താൻ ജയിക്കില്ലെന്ന് പറയാൻ സുരേന്ദ്രൻപിള്ള പ്രവാചകനാണോ എന്നായിരുന്നു സ്കറിയ തോമസിന്റെ പ്രതികരണം. തിരുവനന്തപുരം സീറ്റിൽ സുരേന്ദ്രൻപിള്ള മത്സരിക്കുമെന്നായിരുന്നു ഫ്രാൻസിസ് ജോർജ് വിഭാഗം UDF വിടുന്നതിന് മുമ്പുള്ള പ്രചരണം. എന്നാൽ ആന്റണി രാജു അടക്കമുള്ളവർ മുന്നണിക്ക് പുറത്തു വന്നതോടെ തിരുവനന്തപുരം സീറ്റ് സ്കറിയ വിഭാഗത്തിന് നഷ്ടമാകുമെന്ന് വ്യക്തമായി. ഇതോടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ സ്കറിയ വിഭാഗം മത്സരിച്ച തിരുവനന്തപുരം കോതമംഗലം സീറ്റുകൾ ഏറ്റെടുത്ത LDF കടുത്തുരുത്തി സീറ്റ് മാത്രമാണ് ഇവർക്ക് നൽകിയത്. ഇതിനുള്ള പ്രതിഷേധം ഇന്നലെ മുന്നണി യോഗത്തിൽ പ്രകടിപ്പിച്ച സുരേന്ദ്രൻപിള്ള ഇന്ന് കുറച്ചുകൂടി കടുപ്പിച്ച് രംഗത്ത് വന്നു. 2 സീറ്റുകൾ ഏറ്റെടുത്ത സാഹചര്യത്തിൽ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് തരാൻ LDF തയ്യാറാകണമെന്നായിരുന്നു സുരേന്ദ്രൻപിള്ള പറഞ്ഞത്. ഒരു സീറ്റ് കുറച്ചുകൂടെ വിജയസാധ്യതയുള്ള ഒരു സീറ്റ് ആയിരുന്നെങ്കിൽ പാർട്ടിക്ക് കുറച്ചുകൂടെ സന്തോഷമായിരുന്നു. പാർട്ടി പ്രവർത്തകർക്ക് ഒരു മാനസികമായിട്ട് എല്ലാവർക്കും പ്രയാസമാണ്. കാരണം 3 സീറ്റ് മത്സരിച്ചൊരു പാർട്ടി ഒരു സീറ്റിലേക്ക് ചുരുങ്ങിപ്പോയി. അതേസമയം കടുത്തുരുത്തിയിൽ താൻ ജയിക്കില്ലെന്ന് പറയാൻ സുരേന്ദ്രൻപിള്ള പ്രവാചകനാണോ എന്ന ചോദ്യത്തോടെയാണ് സ്കറിയ തോമസ് ഇതിനെ നേരിട്ടത്. അങ്ങനെ പറയാൻ ഇദ്ദേഹം പ്രവാചകനാണ്. ഇദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പ്രവാചകന്റെ ശക്തി എന്തെങ്കിലും ഉണ്ട്? ഇദ്ദേഹമാണോ തീരുമാനിക്കുന്നത്? ഇദ്ദേഹത്തിന് കടുത്തുരുത്തിയായിട്ട് എന്താ ബന്ധം? കടുത്തുരുത്തിൽ ഒരു ദിവസമെങ്കിലും ഒരു മീറ്റിങ്ങിനെങ്കിലും ഇദ്ദേഹം പോയിട്ടുണ്ടോ? കടുത്തുരുത്തിലെ ആരെങ്കിലും ഇദ്ദേഹത്തിന് അറിയാവോ? സീറ്റുകളുടെ കാര്യത്തിൽ പാർട്ടിയിലെ തന്നെ 2 പ്രമുഖ നേതാക്കൾ പരസ്യമായി രംഗത്ത് വന്നിരിക്കുന്നത് LDF-നും തലവേദന സൃഷ്ടിച്ചിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.